ഹേയ് ഗൈസ്, അങ്ങനെ നമ്മൾ പോകുന്ന പൂജപ്പുരയിലോട്ടാണ്. പൂജപ്പുരയിൽ നവരാത്രി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഈ പോകുന്നത്. ഒരു പണിയില്ലാതെ വീട്ടിൽ വെറുതെ കുത്തിരുന്ന സമയത്താണ് അനിയൻ വന്ന് ചോദിക്കുക, ഒന്ന് കറങ്ങാൻ പോയാൽ എന്താണ്. അപ്പം നൈറ്റ് ഡ്രൈവ് അല്ലേ, നമുക്ക് പൊതുവെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോൾ കിട്ടിയതാണ് ഈ സ്ഥലം. എപ്പോഴും ഈ ലുലുമാളിൽ പോയി മടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വേറെ സ്ഥലത്തോട്ട് വെച്ചിടാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ആ ഗൂഗിളിൽ കണ്ടതിനെക്കാട്ടിലും വളരെ അടിപൊളി കാഴ്ചകളാണ് കണ്ടത് ഗൈസ്. അതാണ് നമുക്ക് വളരെ കണ്ണിനും മനസ്സും ഒക്കെ നിറഞ്ഞൊരു കാഴ്ചയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തതിൻ്റെ ഈ സർക്കിൾ, ഈ റൗണ്ട് അബൌട്ടിലുള്ള ഈ കാഴ്ചകളാണ്. അതിനകത്ത് കയറി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റും. അതിനുശേഷം നമ്മൾ ഇതിനൊരു 3-4 വലത്തങ്ങൾ ഇട്ടിട്ടുണ്ടാകും. കാര്യം വണ്ടി എവിടെ കൊണ്ടിടണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. എവിടെ കൊണ്ട് ചെന്നാലും പോലീസുകാർ ഒട്ടിച്ച് വിടുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളൊരു കോളേജ് ഗ്രൗണ്ടിലോട്ടാണ് പോകുന്നത്. അവിടെ കൊണ്ട് വണ്ടിയുടെ ഒരു പുറത്തിറങ്ങി തേണ്ട ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നേരെ എക്സിബിഷൻ സ്റ്റോളിലോട്ടാണ് വിട്ടത്. അവിടെ ചെന്നപ്പോൾ നമ്മൾ ചെറുതിലേ കണ്ടിട്ടുള്ള മരണക്കിണറും സ്കൈ വീലും ഇപ്പോൾ ഡാൻസിങ് കാറും അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇവിടെ കറങ്ങി നിന്നിട്ട് നമ്മൾ അകത്തോട്ട് പോകുന്നത് വെച്ച് ലക്കിക്കുട്ടി എന്തൊക്കെ കണ്ടിട്ട് ഒരു അട്രാക്ഷൻ ഒന്നിങ്ങനെ മാഷാൻ ഇച്ചിരി പേടിയായതുകൊണ്ട് തന്നെ അകത്തോട്ട് കയറണമെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ എക്സിബിഷൻ സ്റ്റോളിൽ കയറി. അവിടെ ചെന്ന പടം ലക്കിക്കുട്ടൻ ഒരു ഐസ്ക്രീം വെപ്പിച്ചു. അതിനുശേഷം ഒരു കൂളിംഗ് ഗ്ലാസ്, ഇതെല്ലാം വെച്ചിട്ട് അവൻ അവിടെ ഇങ്ങനെ നടത്തു തുടങ്ങി. ആറ്റിറ്റ്യൂഡ് ഇട്ടുള്ള നടത്തിയാണല്ലോ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നടന്ന് അച്ചാറിൻ്റെ സ്ഥലത്തെത്തി. അച്ചാറും വേവിച്ച് നമ്മൾ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ വേണ്ട ജ്യൂസും കുടിക്കാമെന്ന് വെച്ചാൽ അവിടെ നിന്ന് പിന്നെ അനിയനെ കൊണ്ട് എന്നെ കൊണ്ടൊക്കെ ഓരോ സെറ്റ് കളിപ്പാട്ടങ്ങളും വാങ്ങിപ്പിച്ചിട്ട് അവിടെ നടത്ത സ്ഥലം നോക്കി പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഈ റൗണ്ട് അബൌട്ടിൽ കയറി ഫോട്ടോ എടുത്തില്ലെങ്കിൽ വലിയ നഷ്ടമായി പോകുന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ കയറി ഓരോ ഫോട്ടോസും സ്റ്റീൽസും ഒക്കെ എടുത്ത് വീണ്ടും അവിടെ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ.